60-ലധികം പാഠങ്ങൾ 30 ദിവസങ്ങൾ കൊണ്ട് പഠിച്ചു തീർക്കണം. അപ്പോൾ എവിടെ തുടങ്ങണം, എന്താണ് ആദ്യം പഠിക്കേണ്ടത്, ഈ ഇത്രയും ദിവസങ്ങൾ കൊണ്ട് പഠിച്ചു തീർക്കോ എന്നെല്ലാം ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന +1 വിദ്യാർത്ഥികളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അടുത്ത 30 ദിവസങ്ങൾ കൊണ്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ 68 പാഠങ്ങൾ, ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജ് ഉൾപ്പെടെ 68 പാഠങ്ങൾ മുഴുവനായിട്ടും പഠിച്ചു തീർത്ത് എങ്ങനെ പരീക്ഷയ്ക്ക് കൃത്യമായ റിവിഷനോട് കൂടി പരീക്ഷയ്ക്ക് പോകാം എന്നുള്ളത് പറയുന്ന ഒരു കിടിലൻ സ്റ്റഡി ടൈം ടേബിൾ ആണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എക്സാം ആകുന്നത് വരെ +1 ആവശ്യമായിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസും അല്ലെങ്കിൽ സാധാരണ ചാപ്റ്റേഴ്സിന്റെ ക്ലാസ്സുകളും കൂടുതൽ മോട്ടിവേഷണൽ വീഡിയോസും സ്റ്റഡി പ്ലാനും ടൈം ടേബിളും ഒക്കെ നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത 30 ദിവസങ്ങൾ കൊണ്ട് +1 മുഴുവൻ ചാപ്റ്റേഴ്സും കൃത്യമായ സമയവും എടുത്തുകൊണ്ട്, വളരെ കുറച്ച് സമയം എടുത്തുകൊണ്ട് എങ്ങനെ പഠിച്ചു തീർക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ സ്റ്റഡി പ്ലാനിൽ പറയുന്നത്. സോ നമ്മൾ ഡേ 1-ൽ ആദ്യമായിട്ട് പഠിക്കുന്നത് മാത്സിന്റെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ്. മാത്സിന്റെ ഒന്നാമത്തെ ചാപ്റ്ററും കെമിസ്ട്രിയുടെ ഒന്നാമത്തെ ചാപ്റ്ററുമാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈം ടേബിളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ദിവസം 2 or 3 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ വെറുതെ 2-3 ചാപ്റ്റേഴ്സ് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുമല്ല, ഒരു പാടുള്ള ചാപ്റ്റർ അല്ലെങ്കിൽ വലിയ ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കുന്നതിൽ അതിന്റെ കൂടെ ഒരു ചെറിയ ചാപ്റ്റർ, ആ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ആ പാഠങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ടൈം ടേബിൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ദിവസം നമുക്ക് വരുന്നത് മാത്സിലെ ഒന്നാമത്തെ പാഠവും കെമിസ്ട്രിയിലെ ഒന്നാമത്തെ പാഠവുമാണ്. രണ്ടാമത്തെ ദിവസം കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്ററും മാത്സിലെ രണ്ടാമത്തെ ചാപ്റ്ററും ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്ററുമാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം വലുതാണ്. ഓക്കെ, അതിന്റെ കൂടെ മാത്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്, അപ്പോൾ അതും ഒരുവിധം വലുതായിട്ടുള്ള ചാപ്റ്റർ ആണ്. സോ ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്ന സത്യത്തിൽ പേര് മാത്രമേ ഉള്ളൂ. ആ ചാപ്റ്ററിൽ പ്രത്യേകിച്ച് ഒന്നും പഠിക്കാനൊന്നുമില്ല. ജസ്റ്റ് 1-2 ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ ആ ഒന്നാമത്തെ ചാപ്റ്റർ തീരും. അപ്പോൾ ജസ്റ്റ് പേരിന് ആ ഒരു പാഠം കൊടുത്തേക്കുന്നത് മാത്രം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് കെമിസ്ട്രിയിലെ രണ്ടാമത്തെ വലിയ ചാപ്റ്ററിന്റെ കൂടെ മാത്സിലെ ഒരു സാധാരണ പാഠം, വലിയ ചാപ്റ്ററും അല്ല ചെറിയ ചാപ്റ്ററും അല്ല, ആ ഒരു പാഠം പഠിക്കുക, ഫിസിക്സിലെ ഒരു ചാപ്റ്റർ പഠിക്കുക. അപ്പോൾ 3 പാഠം പഠിച്ച് തീർത്തു എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും. ദെൻ ഡേ 3-ൽ ബോട്ടണിയിലെ ഒന്നാമത്തെ പാഠം, മാത്സിലെ മൂന്നാമത്തെ പാഠം, സുവോളജിയിലെ ഒന്നാമത്തെ പാഠം. സുവോളജിയിലെ ഒന്നാമത്തെ പാഠം അതുപോലെ തന്നെ പേരിനൊരു പാഠമാണ്, വലുതായിട്ട് പഠിക്കാനൊന്നുമില്ല. ദെൻ സെക്കൻഡ് ലാംഗ്വേജിന്റെ ഒന്നാമത്തെ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, അറബിക്കോ സംസ്കൃതമോ ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ, അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാനൊരു 5 സെക്കൻഡ് ലാംഗ്വേജിന്റെ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര യൂണിറ്റ് ആണോ ഉള്ളത് അത് വെച്ചിട്ട് നിങ്ങൾ ആ ഒരു സെക്കൻഡ് ലാംഗ്വേജിനെ അറേഞ്ച് ചെയ്യുക. ഓക്കെ, ദെൻ സെക്കൻഡ് ലാംഗ്വേജിന്റെ ഒന്നാമത്തെ യൂണിറ്റ് കളയരുത്, സെക്കൻഡ് ലാംഗ്വേജ് കൂടെ പഠിച്ചു പോകുക, ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. ദെൻ ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ, കെമിസ്ട്രിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ, അതാണ് ഡേ 4-ൽ പഠിക്കാനുള്ളത്. ഡേ 5-ൽ സുവോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്ററും ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററും. ദെൻ ഡേ 6 ആണെങ്കിൽ കെമിസ്ട്രി 4-ാമത്തെ പാഠവും ഫിസിക്സിലെ 4-ാമത്തെ പാഠവുമാണ് പഠിക്കേണ്ടത്. 7-ാമത്തെ ദിവസം നമ്മൾ പഠിക്കുന്നത് ഫിസിക്സിലെ 5-ാമത്തെ പാഠവും ബോട്ടണിയിലെ 2-ാമത്തെ പാഠവുമാണ്. ഓക്കെ, ദെൻ 8-ാമത്തെ ദിവസം വീണ്ടും ഫിസിക്സ് പഠിക്കുകയാണ്. ഫിസിക്സിലെ 6-ാമത്തെ പാഠം, സുവോളജിയിലെ 3-ാമത്തെ പാഠം, ഇംഗ്ലീഷിന്റെ 1-ാമത്തെ യൂണിറ്റ്. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജും ഓരോ യൂണിറ്റ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, ദെൻ 9-ാമത്തെ ദിവസം പഠിക്കേണ്ടത് ബോട്ടണിയുടെ 3-ാമത്തെ പാഠം, സുവോളജിയിലെ 4-ാമത്തെ പാഠം, വീണ്ടും ഇംഗ്ലീഷിലെ 2-ാമത്തെ യൂണിറ്റ്. ദെൻ 10-ാമത്തെ ദിവസം വീണ്ടും നമ്മൾ മാത്സ് പഠിക്കുകയാണ്. മാത്സിന്റെ 5-ാമത്തെ പാഠം, കോംപ്ലക്സ് നമ്പേഴ്സ് പഠിക്കുന്നു. കെമിസ്ട്രിയിലെ 6-ാമത്തെ പാഠം പഠിക്കുന്നു. സെക്കൻഡ് ലാംഗ്വേജിന്റെ 2-ാമത്തെ യൂണിറ്റ് പഠിക്കുന്നു. അപ്പോൾ ഒഴിവാക്കിയ പാഠങ്ങൾ മാറ്റി നിർത്തിയിട്ട് പാഠത്തിന്റെ നമ്പർ മാത്രമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ്, അതായത് മാത്സിലെ 3-ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞാൽ നമ്മൾ മാത്സിലെ 5-ാമത്തെ പാഠമാണ് പഠിക്കുന്നത്, കാരണം മാത്സിലെ 4-ാമത്തെ പാഠം ഒഴിവാക്കി. ദെൻ നമുക്ക് വരുന്നത് 11-ാമത്തെ ദിവസം കെമിസ്ട്രിയിലെ 7-ഉം ഫിസിക്സിലെ 7-ഉം പാഠങ്ങളാണ്. അടുത്ത 12-ാമത്തെ ദിവസം മാത്സിലെ 6-ാമത്തെ പാഠവും ബോട്ടണിയുടെ 4-ാമത്തെ പാഠവുമാണ് പഠിക്കുന്നത്. 13-ാമത്തെ ദിവസം മാത്സിലെ 7, കെമിസ്ട്രി 8, ഇംഗ്ലീഷ് 3 പാഠങ്ങളാണ് പഠിക്കുന്നത്. ഡേ 14-ൽ കെമിസ്ട്രിയിലെയും ഫിസിക്സിലെയും 8-ാമത്തെ പാഠങ്ങളും സെക്കൻഡ് ലാംഗ്വേജിന്റെ 3-ാമത്തെ പാഠവും പഠിക്കുന്നു. ഇനി 15-ാമത്തെ ദിവസം ഫിസിക്സിലെ 9-ാമത്തെ പാഠം, മാത്സിലെ 8-ാമത്തെ പാഠം, സെക്കൻഡ് ലാംഗ്വേജിന്റെ 4-ാമത്തെ യൂണിറ്റ്. ഓക്കെ, ദെൻ ഡേ 16-ൽ ബോട്ടണി തന്നെയാണ് അന്ന് പഠിക്കുന്നത്. ബോട്ടണിയിലെ 5-ഉം 6-ഉം പാഠങ്ങൾ പഠിക്കുന്നു. ഇംഗ്ലീഷിലെ 4-ാമത്തെ യൂണിറ്റ് പഠിക്കുന്നു. ദെൻ അടുത്ത ദിവസം നമ്മൾ സുവോളജി പഠിക്കുന്നു. ഓക്കെ, 17-ാമത്തെ ദിവസം സുവോളജിയിലെ 6-ഉം 7-ഉം പാഠങ്ങൾ പഠിക്കുന്നു, കൂടെ ഇംഗ്ലീഷ് പഠിക്കുന്നു. ഇംഗ്ലീഷിന്റെ 5-ാമത്തെ യൂണിറ്റ് പഠിക്കുന്നു. അടുത്ത നമ്മൾ 18-ാമത്തെ ദിവസത്തിലോട്ട് എത്തി. ഫിസിക്സിലെ 10-ാമത്തെ പാഠം പഠിക്കുന്നു, മാത്സിലെ 9-ാമത്തെ പാഠം പഠിക്കുന്നു, സെക്കൻഡ് ലാംഗ്വേജിന്റെ 5-ാമത്തെ യൂണിറ്റ് പഠിക്കുന്നു. ആ 5-ാമത്തെ യൂണിറ്റോട് കൂടി സെക്കൻഡ് ലാംഗ്വേജ് തീരും. ഇപ്പോൾ ഒരു യൂണിറ്റ് കൂടി അധികം ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം പഠിക്കുക, അതിന് മുമ്പേ 4 യൂണിറ്റേ ഉള്ളെങ്കിൽ ആ ദിവസം കൊണ്ട് തീർക്കുക. ഓക്കെ, എന്തായാലും സെക്കൻഡ് ലാംഗ്വേജ് നമ്മൾ തീർത്തു. അപ്പോൾ ഇന്നേക്ക് 18-ാമത്തെ ദിവസം നമ്മൾ സെക്കൻഡ് ലാംഗ്വേജ് പഠിച്ച് തീർത്തു. ദെൻ 19-ാമത്തെ ദിവസം നമ്മൾ പഠിക്കുന്നത്
ഫിസിക്സ് മാത്രമാണ്. ഫിസിക്സിലെ 11ഉം 12 പാഠങ്ങളാണ് നമ്മൾ 19 ദിവസം പഠിക്കുന്നത്. ഇനി ഡേ 20 നമ്മൾ പഠിക്കുന്നത് കെമിസ്ട്രിയിലെ 12ാമത്തെ പാഠമാണ്. അപ്പോൾ 20ാമത്തെ ദിവസം ഒറ്റ പാഠം മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് 20ാമത്തെ ദിവസം ഒറ്റ പാഠം മാത്രം കൊടുത്തു പറഞ്ഞതിൽ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, കെമിസ്ട്രിയിലെ 12ാമത്തെ പാഠം എന്ന് പറയുന്നത് ഓർഗാനിക് കെമിസ്ട്രിയാണ്. ഓക്കെ, അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ അതിനേക്കാളും പാടുള്ള പാഠങ്ങളുടെ ദിവസം നമ്മൾ 2 പാഠമൊക്കെ വെച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ആ പാഠം മാത്രമായുള്ള ഒന്നാമത്തെ ഗുണം പാടുള്ള പാഠം പഠിക്കാൻ ഒരു ദിവസം മതി. രണ്ടാമത്തെ ഗുണം, കഴിഞ്ഞ 19 ദിവസം നിങ്ങൾക്ക് ഇട്ടേക്കുന്ന ടൈം ടേബിളിൽ നിങ്ങൾ ഏതെങ്കിലും പാഠങ്ങൾ പഠിക്കാൻ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിറ്റേന്ന് പഠിക്കാനിരിക്കേണ്ട, അത് അവിടെ വെച്ചേക്കുക. ഓരോ ദിവസവും തുടങ്ങുമ്പോൾ അന്നത്തെ ടൈം ടേബിളിലുള്ള പാഠങ്ങൾ തീർക്കുക. ഇനി തലേന്ന് വല്ലതും ബാക്കി ഉണ്ടെങ്കിൽ അന്ന് പഠിച്ചു തീർക്കാൻ ലാസ്റ്റ് നോക്കുക. ഓക്കെ, അപ്പോൾ അത് ആദ്യമേ പഠിക്കുമ്പോൾ തലേന്ന് പഠിക്കാനുള്ള പാഠം പഠിക്കരുത്. ഇന്ന് ഞാനൊരു ദിവസം തുടങ്ങുമ്പോൾ ഇന്നലെ പഠിച്ച് ബാക്കി നിർത്തിയേക്കുന്ന കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ അതവിടെ വെച്ചേക്കുക. ഇന്നത്തെ ടോപ്പിക്ക് പഠിച്ചു തീർക്കുക. അതിനുശേഷം സമയം ഉണ്ടെങ്കിൽ ഇന്നലെ പഠിക്കേണ്ട ബാക്കി ഒരു അരപ്പാഠം ഉണ്ടെങ്കിൽ അതുകൂടി പഠിക്കുക. ഓക്കെ, അതല്ല ഇന്ന് സമയം കിട്ടിയില്ലെങ്കിൽ അതെല്ലാം എവിടെ കൊണ്ടുവയ്ക്കുക? 20ാമത്തെ ദിവസം കെമിസ്ട്രിയിൽ 12ാമത്തെ പാഠം മാത്രമേ അന്ന് പഠിക്കുന്നുള്ളൂ. അതിനുശേഷം പഠിച്ചു തീർക്കാൻ പെൻഡിങ് ഉണ്ടെങ്കിൽ അതുകൂടി പഠിക്കുക. അതിനാണ് ഒരു ദിവസം അങ്ങനെ ഇട്ടേക്കുന്നത്. ഒരു ദിവസം അല്ല, ഡേ 21ലും കെമിസ്ട്രിയിലെ 13ാമത്തെ പാഠം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം കെമിസ്ട്രി അന്ന് തീർന്നു. 21ാമത്തെ ദിവസം കെമിസ്ട്രി നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്നുണ്ട്. അത് ഹൈഡ്രോ കാർബണിന്റെ പാഠമായതുകൊണ്ട് ഒറ്റ പാഠം മാത്രമേ ഉള്ളൂ, ഒരുപാട് സ്ട്രെസ് ഇല്ല. ഇനി ഏതെങ്കിലും പെൻഡിങ് ആയിട്ടുള്ള പാഠങ്ങൾ ഉണ്ടെങ്കിൽ 20, 21 ദിവസങ്ങൾ കൊണ്ട് ആ 2 ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ പഠിച്ചു തീർക്കുക. ദെൻ 22ാമത്തെ ദിവസം ഇനി അഥവാ പെൻഡിങ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ദിവസങ്ങൾ റിവിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഇനി 22ാമത്തെ ദിവസം ഫിസിക്സിലെ 13ഉം 14ഉം ചാപ്റ്റേഴ്സ് പഠിക്കുക. ഫിസിക്സിലെ 13ഉം 14ഉം ചാപ്റ്റേഴ്സ് പഠിക്കുക. 22ാമത്തെ ദിവസം 23ാമത്തെ ദിവസം ബോട്ടണിയുടെ 9ാമത്തെ പാഠവും മാത്സിലെ 10ാമത്തെ പാഠവും പഠിക്കുക. 24ാമത്തെ ദിവസം സുവോളജി 8ാമത്തെ പാഠം പഠിക്കുക. മാത്സിലെ 11ാമത്തെ പാഠം പഠിക്കുക. ഇംഗ്ലീഷിലെ 6ാമത്തെ യൂണിറ്റ് പഠിക്കുക. അതോടുകൂടി ഇംഗ്ലീഷ് തീർന്നു. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് തീർന്നു, കെമിസ്ട്രി തീർന്നു, സെക്കൻഡ് ലാംഗ്വേജ് തീർന്നു. ദെൻ 25ാം തീയതി ബോട്ടണിയിലെ 10ഉം 11ഉം പാഠങ്ങൾ പഠിക്കുമ്പോൾ ബോട്ടണി തീർന്നു. ഓക്കെ, അപ്പോൾ 25 ദിവസം ആകുമ്പോൾ ഇത്രയും പാഠങ്ങൾ തീർന്നു. 26ാം തീയതി മാത്സിലെ 12ാമത്തെ പാഠം പഠിക്കുന്നു, സുവോളജിയിലെ 10ാമത്തെ പാഠം പഠിക്കുന്നു. 27ാം തീയതി 2 വിഷയങ്ങളിലൂടെ നമ്മൾ പഠിച്ചു തീർക്കുവാണ്. സുവോളജി 11ാമത്തെ പാഠവും ഫിസിക്സിലെ 15ാമത്തെ പാഠവും തീർക്കുന്നു. അപ്പോൾ ബയോളജി തീർന്നു. സുവോളജി ബോട്ടണി ആയിട്ട് ബയോളജി തീർന്നു, ഫിസിക്സ് തീർന്നു. ഇനി കമ്പ്യൂട്ടർ സയൻസ് ആണ് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ബോട്ടണിയും സുവോളജിയും എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്തെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? കമ്പ്യൂട്ടർ സയൻസിന്റെ പാഠം 1, പാഠം 2 അങ്ങനെ കൊടുക്കുക. അപ്പോൾ ഉറപ്പായിട്ടും ബയോളജി തീരുന്നതിന് മുമ്പേ കമ്പ്യൂട്ടർ സയൻസ് തീരും. പാഠങ്ങളുടെ എണ്ണം കുറവാണ്. ദെൻ നിങ്ങൾക്ക് വരുന്നത് 28ാം തീയതി മാത്സിലെ 13ാമത്തെ പാഠം, 29ാം തീയതി മാത്സിലെ 15ാമത്തെ പാഠം, 30ാം തീയതി മാത്സിലെ 16ാമത്തെ പാഠം. ഓക്കെ, 14ാമത്തെ പാഠം കുറച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കും, ഈ ഒരു അവസാനത്തെ 3 ദിവസം മാത്സിലെ ഓരോ പാഠങ്ങൾ, എന്താ മാത്സിലെ പാഠങ്ങൾ പാടാണ്? ഒരിക്കലും അല്ല. ഈ അവസാനത്തെ 3 പാഠങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള പാഠങ്ങളാണ്. 3 പാഠങ്ങളോട് നിങ്ങൾക്ക് ഒരു ദിവസം പഠിച്ചു തീർക്കാവുന്നേ ഉള്ളൂ. പക്ഷേ എന്തിനാണ് അങ്ങനെ ഇട്ടേക്കും ചോദിച്ചു കഴിഞ്ഞാൽ, ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ ഈ അവസാനത്തെ 3 ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാം. അതായത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിച്ചു തീർക്കാനും ഇനി അഥവാ പെൻഡിങ് വന്നാൽ അത് പഠിച്ചു തീർക്കാനും കൃത്യമായിട്ട് ഈ ദിവസങ്ങളിൽ തന്നെ റിവിഷൻ ചെയ്യാനും ഒക്കെ പറ്റുന്ന രീതിയിലാണ് 30 ദിവസം സ്റ്റഡി ടൈം ടേബിൾ. ഉറപ്പായിട്ടും നിങ്ങളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവസാനത്തെ 30ാമത്തെ ദിവസം തീരുമ്പോൾ എല്ലാ വിഷയവും നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. കാരണം അവസാനത്തെ 3 ദിവസം മാത്സിലെ ഏറ്റവും ചെറിയ 3 പാഠങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയേക്കുന്നത് മുമ്പ് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ പഠിക്കാനും മുമ്പ് പഠിക്കാൻ വിട്ടുപോയ കാര്യങ്ങൾ പഠിച്ചു തീർക്കാനുമാണ്. സോ ഈ ഒരു ടൈം ടേബിൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിന് എത്രയും പെട്ടെന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് അനിയ KG Tech.